നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്ന RSBY കാർഡ് എങ്ങനെ നമുക്ക് എടുക്കാം, നിലവിൽ കാർഡുള്ള ആളുകൾക്ക് കുടുംബാംഗങ്ങളെ മറ്റംഗങ്ങളെ എങ്ങനെ ചേർക്കാം, അതുപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കാർഡ് എടുത്തിരുന്നു, ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടിത്തുടങ്ങിയോ, മറ്റ് പുതിയ ആളുകൾക്ക് എങ്ങനെ കാർഡ് എടുക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡുള്ള ആളുകൾക്കാണ് മുമ്പ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിച്ചിരുന്നത്. ഏകദേശം ഇപ്പോൾ 13 വർഷത്തിലധികമായി ഈ ഒരു കാർഡ് തുടങ്ങിയിട്ട് 2012-13 കാലഘട്ടങ്ങളിൽ ഈ കാർഡ് എടുക്കുന്ന സമയത്ത് ഒരു കുടുംബത്തിലെ 5 ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡുകളായിരുന്നു ലഭിച്ചിരുന്നത്. കുടുംബനാഥയുടെ മാത്രം ഫോട്ടോ കാർഡ് ഉൾക്കൊള്ളിച്ച് മറ്റ് ചിപ്പിൽ മറ്റു അംഗങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നു ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത്. ഈ കാർഡ് വരുന്ന സമയത്ത് ഇതിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മാത്രമായിരുന്നു ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത്. പിന്നീട് ഈ കാർഡ് ഓരോ വർഷവും നമ്മുടെ നാടുകളിലുള്ള സ്കൂളുകൾ, മറ്റ് ഓഡിറ്റോറിയങ്ങൾ എന്നിവിടെ നിന്നും ക്യാമ്പുകൾ നടത്തി ഈ കാർഡ് പുതുക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാ വർഷവും കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് 2018-19 കാലഘട്ടത്തിലാണ് ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആധാർ കാർഡ് അനിശ്ചിതമാക്കി ആധാർ കാർഡിലുള്ള ഫോട്ടോ ലഭിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിച്ചു. അതുവരെയും കാർഡ് കറക്റ്റായി തന്നെ പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ലഭിച്ചിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് 2018 ശേഷം ഈ കാർഡിൽ ഔദ്യോഗികമായ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വർഷം ഈ കാർഡ് ഓൺലൈനിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുതുക്കുന്ന രീതിയിലാണ് ഈ കാർഡ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അടക്കം ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്കും ചിലപ്പോൾ സൗജന്യമായി ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാർഡ് ഉപയോഗിക്കുക, നമ്മൾ എങ്ങനെ പുതിയത് എടുക്കാമെന്ന് നോക്കാം. ഈ കാർഡ് ഇപ്പോൾ പുതിയത് എടുക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ നിലവിലില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പുതിയത് എടുക്കാൻ അവസരമില്ലെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്ക് കുടുംബാംഗങ്ങളെ ചേർക്കാം. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ 2018-19 കാലഘട്ടത്തിൽ ഈ കാർഡ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ചിപ്പുള്ള കാർഡ് നമ്മുടെ കൈവശം വെക്കുകയും പിന്നീട് നമുക്ക് നമ്മുടെ ഫോട്ടോയുള്ള ഓരോ വ്യക്തികൾക്കും ഫോട്ടോകളെല്ലാം ആവശ്യത്തിൻ്റെ കാർഡ് നമുക്ക് ലഭിച്ചു. അന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഈ കാർഡ് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, അവർ വിദേശത്തായിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്ന ആളുകൾ വരാത്തത് കൊണ്ടെല്ലാം അന്ന് ഈ കാർഡിനെ ലഭിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ ഈ കാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ലാമിനേഷൻ ചെയ്ത കാർഡ് ആർക്കെങ്കിലും ഒരാൾക്ക് കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ കൂടി ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. റേഷൻ കാർഡിൽ പേരുണ്ടായാൽ മാത്രം മതി ഇങ്ങനെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എമർജൻസിയായി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നിലവിൽ കാർഡുള്ള ആരെങ്കിലും ഒരാൾ ഈ ഫിംഗർ മെഷീനിൽ വിരൽ പതിപ്പിക്കുകയും റേഷൻ കാർഡ് അവർക്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റംഗങ്ങളെ കൂടി കാർഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അവർക്കും സെപ്പറേറ്റ് ആയിട്ട് കാർഡ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ കാർഡ് കൈവശമുള്ള ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് കാർഡ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ഇതിന് ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ 2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ, അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു ആനുകൂല്യം വേണ്ടി അവർക്ക് കാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2018-19 കാലയളവിൽ കാർഡ് പുതുക്കുകയും കുടുംബത്തിൽ ആർക്കും ഈ ലാമിനേഷൻ കാർഡില്ലാത്ത ആളുകൾക്കും ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അവർക്ക് 100% നമ്മൾ ഉറപ്പ് പറയാൻ സാധിക്കില്ല. എങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസിൽ വരികയാണെങ്കിൽ ഇതിനൊരു കൗണ്ടർ ഉണ്ടാകും എല്ലാ ഹോസ്പിറ്റലുകളിലും. ആ കൗണ്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള ചിപ്പുള്ള കാർഡുമായി നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവർ അത് ഇപ്പോൾ ആക്റ്റീവാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് അവർ പറയും. ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെയും കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതിൽ വന്ന മറ്റൊരു ആനുകൂല്യമാണ് 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും, അതിൽ റേഷൻ കാർഡിൻ്റെ കളർ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഈ ഒരു കാർഡ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. 2-3 വർഷത്തോളമായി എടുക്കുന്ന ആളുകൾക്കെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമുണ്ട്. ഇങ്ങനെ ആനുകൂല്യം ലഭിച്ച ആളുകൾ എന്നും കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ അടുത്തൊരു അപ്ഡേഷൻ, വലിയൊരു അപ്ഡേഷൻ വരാൻ പോകുന്നത് 40-50 വയസ്സുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം വരുന്ന രീതിയിലാണ് ഇതിൻ്റെ മറ്റൊരു അപ്ഡേഷൻ വരാൻ പോകുന്നത്.
അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ അങ്ങനെ കാണുന്നുണ്ട്. അത് റേഷൻ കാർഡ് കളർ അനിശ്ചിതമാക്കിയായിരിക്കും വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും കാത്തിരിക്കാം. ഈ കാർഡ് ആവശ്യമുള്ള ആളുകൾ എസ് എന്നും കാർഡ് ആവശ്യമില്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അപ്ഡേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കാർഡ് ആവശ്യമുള്ള ആളുകൾ നമ്മുടെ ആധാർ കാർഡ് എല്ലാം റെഡിയാക്കി വെക്കുക. ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡിലും റേഷൻ കാർഡിലും ഒരേ വയസ്സാണെന്നും ഒരേ പേരാണെന്നും നമ്മൾ ഉറപ്പുവരുത്തുക. പല റേഷൻ കാർഡുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആധാർ കാർഡിൽ ചിലപ്പോൾ നമ്മുടെ സർനെയിം അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. റേഷൻ കാർഡിൽ സാധാരണഗതിയിൽ നമ്മുടെ സർനെയിം ആഡ് ചെയ്യാറില്ല. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പിന്നീട് അത് ഈ കാർഡ് എടുക്കുന്ന സമയത്ത് KYC നടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇക്കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. റേഷൻ കാർഡിലെ നമ്മുടെ പേര്, നമ്മുടെ വയസ്സ് എന്നിവ റെഡിയാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ തന്നെയാണ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു. കാണാത്ത ആളുകൾ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാൻ